ഗുഡ് മോർണിംഗ്. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്ന് നമ്മുടെ നെക്സ്റ്റ് ഡേ ആണ്. ടൈലുള്ള ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് താഴോട്ട് പോവാണ്. പോവാം. ഞങ്ങൾക്ക് റൂം റിസർവ് ചെയ്യുന്ന സമയം തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആണ്. സെപ്പറേറ്റ് പേ ചെയ്യണം, പക്ഷെ അതാണ് കുറച്ചും കൂടെ നല്ലത്. അപ്പൊ നമുക്ക് രാവിലെയൊക്കെ എഴുന്നേറ്റ് അവിടെ ഇവിടെയൊന്നും അലഞ്ഞു തിരിയേണ്ട ആവശ്യമൊന്നും വരില്ല. അപ്പം ഞങ്ങൾ ഇതിൻ്റെ തൊട്ട് താഴെ തന്നെയാണ് താഴോട്ട് പോവാൻ. ഞങ്ങൾ 5th ഫ്ലോർ ആണ്. തൊട്ട് താഴെയാണ് ഉദ്ദേശിച്ചത്, ഹോട്ടലിൻ്റെ താഴെയാണ് ഉദ്ദേശിച്ചത്. അപ്പം ഞങ്ങളിത് അങ്ങോട്ട് ഇറങ്ങട്ടെ കേട്ടോ. ഇന്നലെ അതിൽ അന്തപ്പക്കമാ എന്നാ പറഞ്ഞിട്ട് പോകണ്ടേ. ഇന്നലെ ഒരു സെക്കൻഡ് കട്ട് ചെയ്യല്ല കേട്ടോ. ഹലോ, ഞാനിപ്പോൾ വിളിക്കാം. ഒരു 2 സെക്കൻഡ്, ഞാൻ ഈ വ്ളോഗ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് വിളിക്കാം. അപ്പോൾ ഇന്നലെ ഞങ്ങള് ഇവിടുത്തെ പൂൾ ഏരിയ ഒക്കെ ഒന്ന് യൂസ് ചെയ്തിട്ടായിരുന്നു. പൂളേരിയൊക്കെ ഒന്ന് യൂസ് ചെയ്തു. പിന്നെ ഇവിടുത്തെ ഈ ഒരു തായ് മസാജ്, ഞാൻ വെക്കാൻ പോയിട്ട് ഇന്നലെ ഇവിടെ തായ് മസാജ് ഒക്കെ ചെയ്തിട്ട്, പക്ഷെ അതൊന്നും അവർ പ്രൈവറ്റ് ആയിട്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അതിൻ്റെ ഉള്ളിൽ ഫോണൊന്നും കയറ്റിയില്ല. അപ്പോൾ ഇന്നലത്തെ ഡേ ഞങ്ങൾ അണ്ടർ വേൾഡ് വാട്ടർ തീം പാർക്കിൽ പോയി വന്നതിന് ശേഷം ഞങ്ങൾ അങ്ങനെയാണ് സ്പെൻഡ് ചെയ്ത് തീർത്തത്. പിന്നെ വേറെ എവിടെ പോകാനൊന്നും പറ്റില്ല, ടയർഡ് ആയതുകൊണ്ട് റൂമിൽ തന്നെ ഇറങ്ങി. പിന്നെ അതാ ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോവാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് ചെല്ലാം. വാ. ഉത്തപ്പം അവിടെ എഴുതിയിരിക്കുന്നുണ്ട്, പക്ഷെ നമ്മൾ ദോശ, സാമ്പാർ, ചട്നി, കുറച്ച് വെജിറ്റബിൾസ്, ദാല്, പിന്നെ അതായത് എനിക്ക് ഇക്ക എടുത്തിട്ട് വന്നത് ഇത് കച്ച് പൂരിയൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ഫുഡ് നല്ല ഇതാണ് കഴിച്ചു തുടങ്ങിയത്. സാമ്പാർ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഉപ്പ് കുറവുണ്ട് ഇത്തിരി, കുഴപ്പമില്ല. ദാല് കുഴപ്പമില്ല, സാമ്പാറിന് ഇത്തിരി എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിരിക്കും. ഫുഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, സിൻസിയറായിട്ട് പറയുകയാണെങ്കിൽ, ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഫുഡ് കഴിക്കണ കുറച്ചുകൂടെ നല്ലത്. കാരണം എനിക്ക് ആ ഊത്തപ്പം അതൊന്നും എനിക്ക് അങ്ങനെ അത്ര ഇഷ്ടമായില്ല. കാരണം അതിൽ കറികൾക്കൊന്നും ഉപ്പില്ലാത്ത പോലെ തോന്നുന്നുണ്ട്. പിന്നെ ഇവരുടെ കുറച്ച് ഫ്രൈഡ് റൈസ്, നൂഡിൽസ്, വെജിറ്റബിൾസ്, സോസേജ്, ബ്രെഡ്, അങ്ങനെയുള്ള ഐറ്റംസുകളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നല്ലതാണ്, അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നമുക്ക് കഴിക്കാൻ പറ്റും. പക്ഷെ നമ്മുടെ ഇന്ത്യൻ ഫുഡ് എനിക്ക് അത്ര വലിയ, ഇവിടുത്തെ എനിക്ക് ഇഷ്ടമായില്ല. ബാക്കിയെല്ലാം അടിപൊളിയായിരുന്നു. അത് എല്ലാം അടിപൊളിയായിരുന്നു, എല്ലാ ഫുഡ് ഐറ്റംസും. എങ്ങനെ തോന്നുന്നു? എനിക്ക് ഒന്നും തോന്നില്ല. അതെന്താന്ന് വെച്ചാൽ എപ്പോഴും അങ്ങനെയാണ്. ഫുഡ് എവിടെ പോയി കഴിച്ചാലും എന്ത് കഴിച്ചു കഴിഞ്ഞാലും അങ്ങനെയാണ്. തീരെ റെസ്പെക്ട് ചെയ്യാത്ത ഒരാളാണ് കേട്ടോ ഫുഡിന്. അതുകൊണ്ടാണ് എവിടെ പോയാലും അങ്ങനെ തന്നെ. ഇത് നല്ലതാണ്. നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഈ ഹോട്ടൽ നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ബ്രേക്ക്ഫാസ്റ്റും കൂടെ ഇൻക്ലൂഡ് ചെയ്താൽ. ഞങ്ങളിവിടെ വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞിരുന്നല്ലോ, റിസർവേഷനിൽ നമ്മൾ ഓൾറെഡി റൂം ബുക്ക് ചെയ്ത സമയത്ത് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളത്. അപ്പോൾ ഇന്നലെ ഞങ്ങൾ ഏർലി ചെക്കിങ് ആയതുകൊണ്ട് ഇവർ ചോദിച്ചു പെർ പേഴ്സണ് 200 ബാത്ത് അത്രയും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്നു. പക്ഷെ ഇന്നലെ ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് അവിടെ ഇരുന്ന് മറ്റേ ആ സാൻഡ്വിച്ച് പോലുള്ള സാധനമൊക്കെ കഴിച്ച് ഓൾറെഡി
വയറൊക്കെ ഫുള്ളായിട്ട് ഇങ്ങോട്ട് വന്നതും കിടന്നുറങ്ങി. അപ്പോൾ അതുകൊണ്ട് ഇന്നലെ എടുക്കാതിരുന്നത്. പിന്നത്തേൽ ഇതിൽ ഓൾറെഡി നമ്മുടെ ഇതിൽ പാക്കേജിൽ അല്ലെങ്കിൽ നമ്മളെടുത്ത് ഇതിൽ ഇൻക്ലൂഡഡ് ആയതുകൊണ്ട് ഇന്ന് തൊട്ട് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഫുഡൊക്കെ അടിപൊളിയായിരുന്നു. ഇനി നേരെ റൂമിൽ പോയി റെഡി ആയിട്ട് ഇന്ന് ഞങ്ങൾ ഒരു ഇവിടെ ഡെസ്റ്റിനേഷനിൽ പോകാനായിട്ട് ഇന്നലെ രാത്രി ഞങ്ങൾ പ്ലാൻ ഇട്ടിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ തവണ പട്ടായയിൽ വന്ന സമയത്ത് പോകാത്തൊരു സ്ഥലമാണ്. അപ്പോൾ അവിടെ പോകണം. മേക്ക് മൈ ട്രിപ്പിൽ 1 ഡേ മുന്നേ, ഒരു ദിവസം മുന്നേ, ഇപ്പം ഇന്ന് പോകണമെങ്കിൽ തലേ ദിവസം ബുക്ക് ചെയ്യണം. എന്നാലേ അവരുടെ സിസ്റ്റത്തിലും കറക്റ്റായിട്ട് അപ്ഡേറ്റ് ആവുള്ളൂ. ഇന്നലെ ഞങ്ങളവിടെ മറ്റേ അണ്ടർ തീം പാർക്കിൽ പോയ സമയത്ത് കുറച്ച് നേരം ഒരു ഡിലേ വന്നിട്ടുണ്ടായിരുന്നു. അത് അവരുടെ സിസ്റ്റത്തിൽ എന്തോ അപ്ഡേറ്റ് ആയില്ല എന്ന് പറഞ്ഞു. അപ്പം നമുക്ക് മേക്ക് മൈ ട്രിപ്പ് വഴിയാണ് നിങ്ങൾ ഓരോ സ്ഥലത്ത് പോകാനായിട്ട് ഓൺലൈൻ വഴി നമ്മൾ ബുക്ക് ചെയ്യുവാണെങ്കിൽ നമുക്കൊരു കുറച്ച് എമൗണ്ടിനൊക്കെ നല്ല ഡിഫറൻസ് ഉണ്ടാകും. ഇപ്പോൾ ഒരാൾക്ക് ബുക്ക് ചെയ്യുമ്പോൾ ആ ഒരു ഡിഫറൻസ് വരുമ്പോൾ അത് 4 പേരൊക്കെ ആകുമ്പോഴേക്കും നല്ല രീതിയിലായ എമൗണ്ട് കുറയും, ഡയറക്റ്റ് എടുക്കുന്നതിനെക്കാട്ടിയും കൂടുതൽ. അപ്പം അതൊക്കെ ഒന്ന് പുതിയതായിട്ട് വരുന്നവരാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് നമ്മുടെ കയ്യിലുള്ള പൈസയ്ക്കും എല്ലാത്തിനും നല്ലതായിരിക്കും. ഓക്കെ, അപ്പം എന്തായാലും ഇവിടുന്ന് പതുക്കെ എഴുന്നേക്കട്ടെ. അങ്ങനെതാ ഞങ്ങൾ റെഡിയായി. നമ്മളിന്ന് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ഡെസ്റ്റിനേഷനിലോട്ട് പോകുന്നു. യെസ്, അപ്പൊ ഞങ്ങള് പോകുന്നത് സാങ്ച്വറി ഓഫ് ട്രൂത്ത് എന്ന് പറഞ്ഞ് പട്ടായയിൽ ഇവിടെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമുണ്ട്. സ്ഥലമല്ല, ആക്ച്വലി അതൊരു കൊത്തുപണികളൊക്കെ ചെയ്തിട്ടുള്ള ഒരു വലിയൊരു ടെമ്പിളോ അങ്ങനെ ഒരു സ്ഥലമാണ്. സ്ഥലമല്ല, എന്താണ് അതിനെ പറയണത്, ടെമ്പിൾ എന്തോ ആണത്. മ്യൂസിയം, ടെമ്പിൾ, സംതിങ് ലൈക്ക് ദാറ്റ്. അപ്പോൾ അതവിടെ പോയി നോക്കണം. പോയാലേ നമുക്ക് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാൻ പറ്റുള്ളൂ. അപ്പോൾ അതാ ഞങ്ങളുടെ ഗ്രാബ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഓൺ ദ വേ ആണത്. വന്നിട്ടുണ്ടോ എന്നറിയില്ല. ഞങ്ങൾ വെളിയിൽ വന്നു. ഞങ്ങൾ 3 പേരും മാത്രമേ ഉള്ളൂ കേട്ടോ. മഞ്ജു ചേച്ചിക്ക് ചെറിയൊരു ഹെൽത്ത് ഇഷ്യൂ കാരണം കൊണ്ട് ആളവിടെ റൂമിൽ കിടക്കുക. ആൾ പറഞ്ഞു എനിക്ക് കുറച്ച് റെസ്റ്റ് വേണം, ഈവനിങ് ആകുമ്പോൾ ഇറങ്ങാം എന്നുള്ള രീതിയിൽ പറഞ്ഞു. കുറേ നിർബന്ധിച്ചു, പക്ഷെ ആൾക്ക് തീരെ വയ്യ. അപ്പോൾ ചേച്ചി അവിടെ ഉണ്ട്. ഞങ്ങൾ 3 പേരാണ് പോകുന്നത്. യെസ്, ഞങ്ങളുടെ ഗ്രാബ് എത്തിയിട്ടുണ്ട്.
മിസ്റ്ററി ഓഫ് ട്രൂത്ത് മ്യൂസിയം ഉണ്ടോ? മ്യൂസിയം എനിക്കറിയണ്ടേ, ഞാൻ ടെമ്പിൾ ആണോ സ്ഥലമാണോ എന്താണെന്ന് അറിയാതെ. നല്ല തിരക്ക്. എന്താ പറഞ്ഞില്ലേ, അങ്ങനെ സെക്സി ആയിട്ടുള്ള ഡ്രസ്സ് ഇടാൻ പാടില്ല, എന്തോ ഹെൽമെറ്റ് വെയർ ചെയ്യണം, പിന്നെ ഫുള്ള് കവർ ആയിരിക്കണം. എനിക്ക് ഞാൻ എന്തോ ഒരു വീഡിയോയിൽ എന്തോ കണ്ടിട്ടുണ്ടായിരുന്നു അത്. അയ്യോ അപ്പൊ കേറാൻ പറ്റൂല എനിക്ക്. കുഴപ്പമില്ല, ഇത് കുഴപ്പമില്ല, ഓവർ എക്സ്പോസ്ഡ് ആവരുത്, കാരണം അത് ഭയങ്കര ട്രഡീഷൻ കീപ്പ് ചെയ്യുന്ന ടെമ്പിൾ എന്തോ ആണ്. അങ്ങനെ സോറി മ്യൂസിയം ആണ്. അങ്ങനെ എന്തൊക്കെ പരിപാടി. അങ്ങനെ നമ്മൾ പോവുകയാണ്. ഇത് ടൈ ചെയ്യണം കയ്യില്. എന്തെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കയറാൻ നേരത്ത് കൗണ്ടറെന്നും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പിന്നെ ഞാൻ പറഞ്ഞില്ലെങ്കിൽ വീഡിയോ കണ്ട സമയത്ത് ഷോർട്ട് ഡ്രസ്സ് ഒന്നും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത്. ഇവിടെ ചെറിയൊരു ടോപ്പ് ഇട്ടിട്ട് വന്നിട്ട് മുണ്ടെടുത്തിട്ട് കയറാൻ പറഞ്ഞത്. അവരുടെ എന്തോ ഒരു റിലീജിയസ് ആയിട്ടുള്ള കുറേ സംഭവം കൂടെ അതിൻ്റെ ഉള്ളിൽ കീപ്പ് ചെയ്ത് പോകുന്നതുകൊണ്ടാണ് അങ്ങനെ അത് പറഞ്ഞത്. അപ്പം അതാ വെയിറ്റിംഗ് ആണ്. We're there at a workshop station, which I'm going to show you later on. And at the workshop, that is where we do all carvings, artwork, sculptures, and all decorations. Once it's done and complete, it will be displayed right away inside the building. That's the main reason why I have helmets with you right now. It's only used to protect yourself. അയ്യോ, ഞാൻ വിചാരിച്ച സ്റ്റാച്ചു ആണ്. Okay, so these over here. So everyone, we don't have any toilets inside the these parties. Of course, you expect here it's very dusty and also noisy. Most of the times, that is rare. ഗൈഡിനെയൊക്കെ അവിടെ ഉപേക്ഷിച്ച് ഞങ്ങൾ കുറച്ച് കഴിഞ്ഞു. പുള്ളി നമുക്ക് കുറെ ഇൻസ്ട്രക്ഷൻസ് പറഞ്ഞു തന്നെ ഉണ്ടോ. പിന്നെ ഇവരുടെ ഈ കൊത്തുപണികൾ ചെയ്യാനായിട്ട് നമ്മുടെ നാട്ടിലുള്ള ആണുങ്ങൾ മാത്രം ചെയ്യുള്ളൂ അങ്ങനെയൊന്നല്ല, ഇവിടെ ഗേൾസും ചെയ്തിരിക്കുന്നുണ്ട്. ഇത് കണ്ടോ അവരോടൊന്ന് ചെയ്യുന്നത്, ഗേൾസും ചെയ്യുന്നുണ്ട്. ഇത് ഫോണിലൊതുങ്ങത്തില്ല. So everyone, this is the regional model of the ഇവിടെ നോക്കി എന്റെ ഫേസ് എന്നിട്ട് വെച്ചിട്ടാണില്ലേ പൊള്ളി പിടിക്കുന്നുണ്ടോ. നാപ്പത് വർഷം എടുത്തിട്ടുണ്ട്.
കപ്പല് പോലെ ഇങ്ങനെ കുടിക്കുമാരുടെ മേടിച്ച് കണ്ടിട്ട് നമ്മുടെ ഫോണിലേക്ക് കടന്ന പോലെ എല്ലാം അവിടെ മറ്റേ എലിഫന്റ് റൈഡൊക്കെ ഉണ്ട്. എലിഫന്റ് റൈഡൊക്കെ ഉണ്ട്. നമ്മളെ ക്യാരി ചെയ്ത് മുകളിലൊക്കെ ഇരുന്ന് പോവാട്ടോ. ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല. അവിടെ എന്താ വിഷ്വൽസ് ഒക്കെ എടുത്ത് കവർ ചെയ്തോണ്ടിരിക്കുന്നുള്ളതാണ്. നമ്മള് വന്നു കഴിഞ്ഞാൽ അങ്ങോട്ട് പോകാൻ പറ്റില്ല. എന്തിനും ഏതിനും വെയിലുണ്ട്. വെയിൽ സഹിക്കാൻ പറ്റുന്നില്ല. പിന്നെ അവിടെ കാണുന്നത് ബീച്ചാണ്. അവിടെ ഒറ്റ കാണുന്നത് ബീച്ചാണ്. ബീച്ച് വ്യൂവിനോട് ഈ ഒരു മ്യൂസിയം അല്ലെങ്കിൽ ഞങ്ങളൊരു അരമണിക്കൂറോളം ഇവിടെ നിന്ന് ഫോട്ടോ ചെറിയൊരു റീല് ഒക്കെ എടുത്തു. കിട്ടിയ ചാൻസ് അല്ലേ, മിസ് ചെയ്യരുത്. ഇപ്പം അതാ നൈസായിട്ട് ഇപ്പോഴാണ് ഇതിൻ്റെ അകത്തോട്ടേക്ക് കയറുന്നത്. എന്തായാലും സംഭവം ഭയങ്കര കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഉള്ളിൽ കയറി കാണാം. കൊറേ നേരം ഇക്കടവിൽ ക്യാമറ വെച്ചിട്ട് അവിടെ ആർക്കിടെക്ചർ മറ്റേ കൽപ്പണിക്ക് പോകാൻ വേണ്ടിട്ടത്. അങ്ങനെ നമ്മൾ ഇപ്പോഴാണ് ഗൈസ് സ്റ്റെപ്പ് കയറാൻ പോകുന്നത്. എങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങോട്ട് കയറാൻ പറ്റത്തില്ല. കാണുന്ന സ്ഥലത്തൊക്കെ നമ്മള് പോസ് ചെയ്തോണ്ടിരിക്കണ കണ്ടില്ലേ. ഇതൊരു ഭംഗിയാണ് ആ സ്ഥലം. ഓരോരോ സ്ഥലത്ത് ചെല്ലുമ്പോ ഓരോരോ ശില്പങ്ങൾ ചെയ്ത് വെച്ചിരിക്കുന്നത് ഭയങ്കര രസം. ഇത് അടുത്തൊരു ഗ്യാങ് എടുക്കുന്നുണ്ട്.
എനിക്ക് ശരിക്കും കാണാതെ മൺചിത്രത്താഴില് ഇങ്ങനെയൊക്കെ എത്തിയിട്ട് നോക്കുന്ന പോലെയൊക്കെ എനിക്ക് തോന്നുന്നു. ഇതുണ്ടോ ബാൽക്കണിയിലും മിനി ബാൽക്കണി എന്നൊക്കെ പറയാം. ഇടി ഉള്ളെന്നൊക്കെ ഉണ്ട് കേട്ടോ. എന്തായി എനിക്കെടുക്കാൻ പറ്റില്ല കോസ്റ്റ്യൂം. എനിക്ക് അങ്ങനെയല്ല, എനിക്ക് കോസ്റ്റ്യൂം വേണം. നമ്മുടെ നാട്ടിലെ ചുരിദാർ പോലത്തെ ട്രഡീഷണൽ ഡ്രസ് ഇട്ടിട്ട് വന്ന് ഇങ്ങനെ ക്ലാസിക്കൽ ഡാൻസ് ഒക്കെ ചെയ്ത് നല്ല ഭംഗിയായിട്ട് നേരായിരുന്നു. പക്ഷെ അത് മിസ് ചെയ്ത് കളഞ്ഞു. സാരല്ല, നെക്സ്റ്റ് ടൈമിന് വരുന്ന സമയത്ത് ഈ ഒരു പ്ലേസ് നമ്മൾ മൈൻഡിലിട്ടിട്ട് നമുക്ക് ഓക്കെ. ഇക്ക അവിടെ വീഡിയോ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപാര നടക്കില്ലെന്ന് കണ്ടിട്ട് ഞാനും തച്ചു ഇവിടെ വന്നതാ. തച്ചു എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ടായിരുന്നു തച്ചു? അവള് എന്റെ അടുത്ത് ശരിക്കും പറഞ്ഞോണ്ടിരുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ മഴ പൊടിയുണ്ടോ, മഴ പെയ്യുണ്ട് എന്ന് വെച്ചാൽ നമ്മൾ വേറൊരു ലോകത്ത് കേറുന്നത് പോലെ ഇതിൽ കൂടെ കേറുന്നു അങ്ങനെയാ തോന്നുന്നത്. വേറെ സ്ഥലത്ത് ചെന്ന് പെട്ട പോലെ ഭയങ്കര രസമാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യം വന്ന സമയത്ത് കുറെ സ്ഥലങ്ങൾ മിസ് ചെയ്ത് കളഞ്ഞത് ഇങ്ങനെ സിസ്റ്ററായിട്ട് ഒരു ഞങ്ങൾ ഒരുമിച്ച് വരാൻ നേരത്തെ ഒരുമിച്ച് കാണാൻ വേണ്ടിയിട്ടായിരിക്കും. കാരണം കഴിഞ്ഞ വന്ന സമയത്ത് ഇതൊന്നും കേറണ്ട എന്നൊക്കെ പറഞ്ഞ് ഞാൻ പോയതായിരുന്നു. പക്ഷെ എന്തായാലും പട്ടായ വരുന്നവര് വിസിറ്റ് ചെയ്യണം. നമ്മൾ വൺ ടൈം വിസിറ്റ് ചെയ്യേണ്ട സ്ഥലമൊന്നും അല്ല ഇത്. വരുന്ന സമയത്തൊക്കെ വിസിറ്റ് ചെയ്താലും നല്ലതാണ്. പിന്നെ ഒരുപാട് ഫോട്ടോസുകൾ വീഡിയോസുകൾ എടുക്കാം. വേറൊരു എക്സ്പീരിയൻസ് ആണ്. നമ്മുടെ നാട്ടില് ഒന്നും കാണാൻ പറ്റാത്ത രീതിയിലുള്ള കാഴ്ചകളാണ്. ഇപ്പൊ വേറെ വൺ ടൈം വിസിറ്റ് ഉള്ള കുറെ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇതെല്ലാവരും വന്ന് എന്തായാലും വന്ന് കാണാം. എന്തായാലും ഞാൻ ഇക്കനെ നോക്കട്ടെ. ഇവിടെ കൊടുത്തിട്ടുണ്ട് നോട്ട്. എന്റെ മുന്നേ എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാൻ പറ്റത്തില്ല. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് നമ്മള് ചില വോമപ്പ് പോയിട്ട് ചില സാധനം കണ്ടുകഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് ചില ഫ്രൂട്ട്സുകളൊക്കെ ഇങ്ങനെ തട്ടിപ്പറക്കിട്ട് പറയാൻ അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം. അയ്യോ എനിക്ക് അവരെ അറിയിക്കാൻ വയ്യ. ഞാൻ എഗെയിൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നത് പട്ടായ വരുന്നവരാണ്. കറക്റ്റ് വരുന്നത് നമ്മുടെ പട്ടായയിലാണ്. കാര്യങ്ങൾ വരുമ്പോൾ സാങ്ച്വറി ഓഫ് ട്രൂത്ത് മസ്റ്റ് വാച്ചാണ്. പിന്നെ വൺ ടൈം വിസിറ്റ് എന്നൊന്നും ഞാൻ പറയില്ല, എപ്പോൾ വന്നു കഴിഞ്ഞാലും നമുക്ക് കണ്ടോണ്ടിരിക്കാം. അത്രയും മനോഹരമായിട്ടുള്ള ഒരു മ്യൂസിയം ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ. നമുക്ക് ഈ മത്സ്യത്തൊട്ടാഴം ഷൂട്ട് ചെയ്തൊരു സ്ഥലം. ഞാൻ എറണാകുളം ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ കമ്പയർ ചെയ്യുന്നതല്ല, പക്ഷെ നമ്മൾ ഓരോരു രാജ്യത്ത് വരുമ്പോൾ ഇങ്ങനെ ഒരു കാഴ്ചകളൊക്കെ കാണാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലായി കണ്ണിനും മനസ്സിനും ഒരുമിച്ച് ഒരേപോലെ തോന്നുന്ന ഒരു എക്സ്പീരിയൻസ് ആണ്. എല്ലാവരും ഒന്ന് വന്ന് കാണുക. ഇവിടെ വരുന്നവരെ എന്തായാലും വിസിറ്റ് ചെയ്യുക. വിസിറ്റ് ചെയ്തിട്ട് പോകണം. എടുത്തെടുത്ത് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ തവണ ഇത് ഞാൻ വിട്ട് കളഞ്ഞൊരു സ്ഥലമാണ്, അതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് വന്ന് വിസിറ്റ് ചെയ്യുക, എൻജോയ് ചെയ്യുക. നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒക്കെ മറ്റുള്ളവരോട് പറയുക, എക്സ്പീരിയൻസ് ചെയ്യുക സ്വയമായിട്ടും. അപ്പം ഞങ്ങളിതാ ഇവിടുന്ന് ഇറങ്ങാം. പോയിട്ട് എന്തായാലും ചെലുക്കട്ടെ. മഴ 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 മഴ. ഞാൻ ഉണ്ടല്ലോ എന്റെ ഒരു വിശ്വാസമാണ്, അല്ലെങ്കിൽ എനിക്കെപ്പോഴും ലൈഫില് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മൊമെന്റില് ഇഷ്ടമുള്ളവരോട് ട്രാവൽ ചെയ്യുമ്പോ ഒക്കെ മഴ കിട്ടാറുണ്ട്. മഴ അത് ഭയങ്കര എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഞാൻ എപ്പോഴും മനസ്സിന് ഇഷ്ടപ്പെടുന്ന ആ ഒരു മൊമെന്റില് അതിതാ
എനിക്കത് കിട്ടി. ഞാൻ ഇവിടെ വെയില് അവസാനം ഞാൻ മഴ പെയ്ച്ച് എനിക്ക് ഭയങ്കര തൃപ്തിയായി, അതും കൂടെ തൃപ്തിയായി. ഞാനിപ്പോ ഇപ്പുറത്തുള്ള ഒരു ചെറിയൊരു കടയില് എനിക്ക് ദാഹിച്ചു, വെള്ളം പിന്നെ കുറച്ച് കട്ട് ഫ്രൂട്ട്സ് അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസ് അത് കഴിക്കാൻ വേണ്ടിയിട്ട് പിക്കോറിന് ഫുഡ് റൂമിൽ പോയിട്ട് കഴിക്കാം. അവിടെ ഒരാളും കൂടെ കിടക്കണുണ്ടല്ലോ, കഴിക്കാന്ന് പറഞ്ഞു. ഇവിടുന്ന് താൽക്കാലികമായിട്ടുള്ള ഒരു വിശപ്പിനൊരു തടയിടട്ടെ. ഇവിടുത്തെ സമയം ഇപ്പോൾ ഇത് നാട്ടിലെ സമയം. ഇവിടുത്തെ സമയത്ത് എത്ര 6 മണി കഴിഞ്ഞു. അപ്പൊ ഞങ്ങള് സാങ്ച്വറി ഓഫ് ട്രൂത്തിലൊക്കെ പോയി തിരിച്ചു വന്ന സമയത്ത് 7-Eleven ലഞ്ചൊക്കെ മേടിച്ചു റൂമിൽ വന്ന് കഴിച്ച് കുറച്ചേരം കിടന്ന് ഉറങ്ങി കഴിഞ്ഞപ്പോഴേക്കും ഒരു 4:35 ഇവിടുത്തെ ആ സമയപ്പോഴും എഴുന്നേറ്റത്. അപ്പൊ ടൈഗർ പാർക്കിൽ പോകുന്ന അവിടെ വിളിച്ച് ചോദിച്ചു ക്ലോസിംഗ് ടൈം എപ്പോഴാണ് ചോദിച്ചു. അപ്പൊ കറക്റ്റ് 6 മണിയാണ്. അപ്പൊ ആ സമയം ആയതുകൊണ്ട് തൽക്കാലം ഇന്നത്തേക്കും ഡ്രോപ്പ് ചെയ്ത്. ഓൾറെഡി ഞാനിപ്പം പോയിട്ടുള്ളതാണ് ഇവരെ കൊണ്ടുപോകാനായിട്ട്. പിന്നെ ചേച്ചിക്ക് വയ്യാതിരിക്കണമെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ അതുകൊണ്ട് ഞങ്ങള് തൽക്കാലം ഇന്ന് വേണ്ട. ഇന്നിപ്പോ ഈവനിങ് എന്റെ ബർത്ത്ഡേ നൈറ്റും കൂടെ ആയതുകൊണ്ട് ഞങ്ങൾക്ക് സെൻട്രൽ പട്ടായ മോളുണ്ട് ഇവിടെ, അങ്ങോട്ടാണ് പോകുന്നത്. ഞങ്ങൾ നിൽക്കുന്ന റൂമിൽ നിന്ന് ഒരു 1.5 കിലോമീറ്റർ ഉള്ളൂ. അതുകൊണ്ടാണ് ഞങ്ങൾ നടന്നു പോകുന്നത്. അവിടെ പോയി ഒരു കേക്കൊക്കെ കിട്ടുമെന്നൊക്കെ നോക്കണം. അങ്ങനെ കുറച്ച് ഇതൊക്കെ ആയി റിട്ടേൺ വരണം. പിന്നെ ഇനി ഈവനിങ് മൊത്തം വാക്കിംഗ് സ്ട്രീറ്റിൽ പോകണം. ഒരു വാക്കിംഗ് സ്ട്രീറ്റിൽ പോയിട്ടില്ല. അപ്പൊ അതാണ് ഇന്നത്തെ പ്ലാൻ. നമ്മൾ നാളെ റൂമിൽ നിന്ന് വെക്കേറ്റ് ചെയ്ത് 11 മണിയാകുമ്പോൾ ചെക്കൗട്ട് ചെയ്യുന്നുണ്ട്. ചെക്കൗട്ട് ചെയ്തിട്ട് നേരെ ഒന്നില്ലെങ്കിൽ ഇവിടുത്തെ ടൈഗർ പാർക്ക്, ഇല്ലെങ്കിൽ ബാങ്കോക്കിൽ പോകുമ്പോൾ ബാങ്കോക്കിൽ. നമുക്ക് തായ്ലൻഡ് 3 സ്ഥലത്തും ടൈഗർ പാർക്ക് ഉണ്ട്, പട്ടായയിലും ഉണ്ട്, മറ്റേ പുട്ടക്കിലുണ്ട്, ബാങ്കോക്കും ഉണ്ട്. 3 സ്ഥലത്തും ഉള്ളതാണ്. അപ്പൊ തിരിച്ച് വന്നിട്ട് അതിന്റെ അവൈലബിലിറ്റി ഒക്കെ നോക്കിയിട്ട് വേണം നാളത്തെ പ്ലാനിങ്, നാളത്തെ ഷെഡ്യൂളൊക്കെ നമുക്ക് ചെയ്യാനായിട്ട്. അപ്പൊ നമ്മൾ സെൻട്രൽ മോളിലോട്ട് നമ്മൾ പോയിരിക്കുകയാണ്. കട്ട് ചെയ്തോളാം. എന്താ പറയാ, അവിടുന്ന് 2 കടയിൽ നിന്ന് 2 റിങ് മേടിച്ചു. ഒരെണ്ണം സിൽവർ ആലോയി വരുന്ന മെറ്റീരിയലും പിന്നെ ഒരെണ്ണം പ്യൂർ ആയിട്ടുള്ള സിൽവർ. അങ്ങനെ 2 റിങ് മേടിച്ചു. ഇപ്പൊ ഡ്രസ്സ് നാട്ടില് എനിക്ക് മേടിച്ചിട്ട് തന്നോട്ടാ. നാട്ടില് കണ്ടില്ല പൈസ ഇട്ട് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ ഞാൻ നാണെങ്കിൽ ഓക്കെ ചേച്ചി. എങ്ങനെ
ഒരു ഗ്രേ പോലത്തെ കളർ. അല്ല ഇത് ഓൾറെഡി ലൈറ്റ് ബ്ലൂ ആണ്. ഞങ്ങളുടെ ഫോട്ടോ എടുത്താൽ ഗായ്സ് എന്റെ ബർത്ത്ഡേ ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോ ഞങ്ങള് ഇത് ഞങ്ങള് നേരത്തെ അടിച്ച കുപ്പിയാണ്. ഇതിലോട്ട് നോക്കണ്ട. ഞാൻ ഇവിടെ നിന്ന് സൂപ്പർ മാർക്കറ്റിൽ കയറിയ സമയത്ത് എനിക്ക് എപ്പോഴും ഞാൻ ഈ അഗർബത്തീസ് വീട്ടില് വെച്ചോണ്ടിരിക്കുന്നുണ്ട്. അത് മെയിൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിലെപ്പോഴും ക്യാറ്റ് ഉണ്ടാകും. പെറ്റ്സ് ഉള്ളതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് വന്നവർക്ക് ആ ഒരു ബാഡ് സ്മെല് ഫീൽ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എപ്പോഴും പോയിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു സാധനം കിട്ടിയത് ഈ ക്യാൻഡിലൊക്കെ ഞാൻ അതിൻ്റെ കൂടെ മേടിച്ചതാണ്. തൽക്കാലം ഞാനതിപ്പോ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ഞാനത് എടുത്തു. പിന്നെ ഒരു മിനി കേക്ക് മേടിച്ച് വെക്കാം. പിന്നെ ഗിഫ്റ്റ് കാണിച്ചു തരാം. എനിക്ക് എന്തായാലും നാട്ടിൽ ചെന്നിട്ട് ഒരു കേക്ക് കട്ടിങ് എന്തായാലും ഉണ്ട്. ഇതാ എനിക്ക് തച്ചു മേടിച്ചു തന്നതാണ്. ഇത് ഇക്ക ഗിഫ്റ്റ് ചെയ്തത് ഈ 2 റിങ്. ഇത് പ്യുവർ സിൽവർ ആണ് കേട്ടോ. നമ്മുടെ തായ്ലൻഡിൽ നിന്ന് പ്രത്യേകം പറഞ്ഞ് മേടിച്ചതാണ്. പ്യുവർ സിൽവർ ആണിത്. പിന്നെ ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബൊക്കെ എനിക്ക് കൊണ്ടു തന്നതാണ്. പിന്നെ ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളിവിടെ നിന്ന് മേടിച്ച സാധനങ്ങൾ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് പോസ്റ്റ് ചെയ്യണ്ടേ. ഇപ്പൊ ഇവിടെ സമയം ഇവിടെ ഇപ്പോൾ ഒരു 10 മണിയൊക്കെ ആയിട്ടുണ്ട്. 12 മണി ആയിട്ടില്ല. പക്ഷെ ഞങ്ങൾ എന്തായാലും കേക്ക് കട്ട് ചെയ്തിട്ട് ബർത്ത്ഡേ ഞങ്ങൾ പട്ടായ സ്ട്രീറ്റിൽ കൂടാന്ന് വിചാരിച്ച് വാക്കിംഗ് സ്ട്രീറ്റിലോട്ട് പോവാണ്. അപ്പൊ ഒരു 10:30 ആവുന്ന സമയത്ത് ഞങ്ങൾ ഇവിടെ നിന്ന് പോകും. നാട്ടിൽ നിന്ന് എന്തായാലും എനിക്ക് കോള് വരും. അവിടെ പിള്ളേരെല്ലാരും പ്രോഗ്രാമിന് പോയേക്കാം. അപ്പൊ എന്തായാലും ഡെഫിനറ്റ്ലി അവര് ചേച്ചി എടുത്ത് മാറ്റിക്കും. അത് മെൽറ്റ് ആകുന്നുണ്ട്. മെൽറ്റ് എടുത്ത് മാറ്റിക്കത് വെച്ചു. അപ്പൊ എന്തായാലും അവിടെ നിന്ന് കോള് വരും. അപ്പൊ അതിന് മുന്നേ കുറച്ചു നേരം ഞങ്ങൾ ഇവിടെ ഒന്ന് സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങളിപ്പോ ഇറങ്ങും. അപ്പൊ ബർത്ത്ഡേ ടൈമിൽ വാക്കിംഗ് സ്ട്രീറ്റിലായിരിക്കും. അവിടുത്തെ ടൈം ആകുമ്പോൾ അവർ എന്തായാലും കോൾ ചെയ്യും. അപ്പൊ ഞങ്ങള് അവിടെ ഗ്യാദർ ചെയ്യാന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇത്രേ ഉള്ളൂ. ഐ ആം സോ ഹാപ്പി. Happy birthday to you. Happy birthday to me. Happy birthday to me. ഹേ ഗായ്സ്, അപ്പം ഞങ്ങൾ ഇന്നത്തെ ദിവസം ഫസ്റ്റ് സാങ്ച്വറി കൂട്ടി പോയി റിട്ടാൻ വന്നു. റൂമിൽ വന്ന് റെസ്റ്റ് എടുത്തു. നേരെ പുറത്ത് പോയി ബർത്ത്ഡേയുടെ കുറച്ച് പരിപാടികളും കാര്യങ്ങളൊക്കെ ഇവിടെ 12 മണിയൊക്കെ ആയിട്ടോ. അപ്പോൾ ആയിന്ന് വെച്ച് കഴിഞ്ഞാൽ ആധാറായി. പക്ഷെ അതിന് മുന്നേ അതിന് മുന്നേ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തു ഫോട്ടോസൊക്കെ എടുത്തു. ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങി പട്ടായ കൂടാന്ന് വിചാരിച്ചു. പക്ഷേ കേക്ക് കട്ടിങ് ഫോട്ടോസുകളൊക്കെ ഞാൻ എടുത്തു. നമ്മൾ പുറത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഫോട്ടോസ് എന്ന് വെച്ചാൽ കേക്ക് മേടിച്ച് ഫോട്ടോ എടുക്കാൻ പറ്റില്ല, അല്ല ഫോട്ടോസ് എടുക്കാം. അപ്പൊ ഇപ്പൊ ഞാനും മനുഷ്യേച്ചും ഇക്കയും തച്ചും എനിക്ക് ഇക്ക മേടിച്ചെന്നാ പൊക്കെ ആയത്. അപ്പൊ ഇത് ജസ്റ്റ് ഒന്ന് ഫോട്ടോ എടുക്കാനായിട്ട് എടുത്തിട്ട് പോവാ. അങ്ങനെ ഞങ്ങൾ നേരെ നൈറ്റ് ബ്ലാസ്റ്റ് ചെയ്യാനായിട്ട് പട്ടായ വാക്കിംഗ് സ്ട്രീറ്റിലോട്ട് പോവാണ്. അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് നേരെ ഗ്രാബ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ പോണം. അവിടെ നിന്ന് വോക്ക് ചെയ്ത് പട്ടായ മൊത്തം ബ്ലാസ്റ്റ് ചെയ്യണം. അറിയില്ല മഴയൊക്കെ ഉണ്ടാവുന്നത്. ഞങ്ങള് റൂമിലുള്ള സമയത്ത് മഴയുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും അവിടെ ചെല്ലട്ടെ. അവിടെ ചെന്നിട്ട് ഞാൻ തിരിച്ചു വരാം. ഞങ്ങളങ്ങനെ പട്ടായ വാക്കിംഗ് സ്ട്രീറ്റ് എത്തിയിരിക്കുന്നു. അങ്ങോട്ട് കയറട്ടെ. എന്തായാലും ഞങ്ങൾ അതിന്റെ ഫ്രണ്ടിൽ വന്ന് ഗ്രാബ് എടുത്ത് ഇറങ്ങി. ഇപ്പൊ അതാ വോക്ക് ചെയ്യാൻ പോവാട്ടോ.
Oğlum lazım.